ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിൽസ് ടെക് സെൻ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് നമ്മൾ എടുക്കുന്ന AI ഇമേജസ് എങ്ങനെ അഡോബി സ്റ്റോക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വിൽപ്പന നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു, നിങ്ങൾക്കിവിടെ കാണാം. ഫെബ്രുവരി 17 ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, കമൻറ്റിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇമേജസ് അവർ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. എനിക്കിപ്പോൾ 3 ദിവസം മുമ്പ് മെയിൽ വന്നിട്ടുണ്ട്. നമ്മളാദ്യം ആ ഒരു വീഡിയോയിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്, ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇമേജ് ഫ്രീ ആയിട്ട് AI സോഫ്റ്റ്വെയർസൊക്കെ വെച്ച് അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ഇമേജാണിത്. ഇത് ഓൾറെഡി ഇപ്പോൾ ആക്സെപ്റ്റഡ് ആണ്. അത് ഇപ്പോൾ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാം, ഈ ഫുഡ് ബേസ്ഡ് ഇമേജാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഡാഷ്ബോർഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട് പോർട്ട്ഫോളിയോയിൽ. അതുപോലെ കുറച്ച് ഇമേജസ് ഞാൻ ഇന്നലെ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 വീക്സോളം എടുക്കുന്നുണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തത് ഈ 17 ഫെബ്രുവരിയാണ്. ഏകദേശം 3 ദിവസം, അപ്പോൾ 2 ആഴ്ചയിൽ മേലെ ആയിട്ടുണ്ട് അപ്രൂവൽ പ്രോസസ്സിന് വേണ്ടി എടുത്തത്. എന്നിരുന്നാലും അത് അപ്രൂവൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഇമേജസ് ആണ് നമുക്കിതിൽ കൂടുതൽ വിൽപ്പന നടത്താൻ സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗൂഗിളിൽ തന്നെ പോയിട്ട് ഇതുപോലെ ഒരു കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മോസ്റ്റ് സെല്ലിംഗ് ഇമേജസ് ഓൺ അഡോബി സ്റ്റോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഇമേജസ് ആണ് നമുക്ക് കൂടുതൽ വിൽപ്പന നടത്താൻ പറ്റുന്നത് എന്നുള്ള ഒരു കാറ്റഗറി നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വരുന്നത് ബിസിനസ്സാണ്. ബിസിനസ് റിലേറ്റഡ് ഇമേജസ്, ബിസിനസ് ബിൽഡിങ്സ്, അതുപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ്, അതുപോലെ തന്നെ പീപ്പിൾ. ഇപ്പോൾ ഓരോ ആളുകൾ, മെയിൻലി ഓഫീസ് ബേസ്ഡ് ഇമേജസ് ആയിരിക്കും, സ്യൂട്ടൊക്കെ ധരിച്ചിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾ, അതുപോലുള്ള ഇമേജസ് കൂടുതൽ വിൽപ്പന നടത്താൻ സാധിക്കും. പിന്നീടുള്ളത് സീനറീസ് ആണ്, ലാൻഡ്സ്കേപ്സ്, പിന്നെ ആനിമൽ ബേസ്ഡ് ഇമേജസ്. ഇതെല്ലാം നമുക്ക് കൂടുതൽ സെയിൽസ് ലഭിക്കാൻ ചാൻസ് ഉള്ള ഇമേജസുകളാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്സ്, വാൾപേപ്പർ, ട്രാവൽ ബേസ്ഡ് ഇമേജസ്, മെഡിക്കൽ ആൻഡ് ഫുഡ് ബേസ്ഡ് ഇമേജസ് ആണ് നമ്മൾ ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാറ്റഗറീസ് എല്ലാം എടുത്തിട്ട് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും Leonardo.ai എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നല്ല ക്വാളിറ്റിയുള്ള പ്രോംപ്റ്റുകൾ വേണം. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ടെക്സ്റ്റുകളാണ്. ഇത് ഈ ഒരു സോഫ്റ്റ്വെയർ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ChatGPT ആണ് പ്രോംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു പ്രോംപ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ നീഡ് 5 ഹൈ ക്വാളിറ്റി പ്രോംപ്റ്റ്സ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഇമേജ് എബൌട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ആ ഗൂഗിളിൽ നിന്നുള്ള ഈ ഒരു കീവേഡാണ് കോപ്പി പേസ്റ്റ് ചെയ്തത്. ഈ ഒരു കീവേഡാണ് നമ്മൾ ChatGPTയിൽ കോപ്പി പേസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് 5 ടൈപ്പ് ഇമേജിൻ്റെ പ്രോംപ്റ്റുകൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുപോലുള്ള ഇമേജസ് ഒക്കെ ആയിരിക്കും കൂടുതൽ അതിൽ സെയിൽസ് ലഭിക്കാൻ ചാൻസ് ഉള്ളത്. ലോഡ് ആവുന്നുള്ളൂ. ഓക്കെ, കാർട്ടൂൺ ബേസ്ഡ് ഇമേജ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇതിപ്പോൾ ഇവരുടെ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ബേസ്ഡ്, അതായത് കാർട്ടൂണൈസ് ചെയ്ത ഒരു ഇമേജാണ് ഇതിൽ കാണുന്നത്. ഇതൊക്കെ കൂടുതലും വെബ്സൈറ്റുകളിലെ ഫ്രണ്ട് പേജിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള ഇമേജ്. സെക്കൻഡ് ഒരു ഇമേജ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഇപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് തന്നെ ബിസിനസ് ബേസ്ഡ് മറ്റൊരു ഇമേജിൻ്റെ പ്രോംപ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഈ പ്രോംപ്റ്റ് സെക്ഷനിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ വൈഡ് ഇമേജാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് ഇമേജ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് 16:9 എടുക്കുക. എന്നാൽ മാത്രമേ ഈ വൈഡ് ആംഗിളുള്ള ഇമേജ് കിട്ടുള്ളൂ. ഇനി പോർട്രേറ്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2:3 എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതൊരു കാർട്ടൂണൈസ്ഡ് ഇമേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏറ്റവും മുകളിൽ മോഡൽ /പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നിന്നിട്ട് ഓരോ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിനനുസരിച്ച് ഇമേജിൻ്റെ സ്റ്റൈലും മറ്റു കാര്യങ്ങളും വ്യത്യസ്തമായി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫോട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം
ഇതങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ഇത് ജനറേറ്റ് ചെയ്യാൻ ഏകദേശം 14 ടോക്കൺസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. എനിക്ക് ഇനി 36 ടോക്കൺസ് കൂടിയേ ഉള്ളൂ. ഈ ടോക്കൺ കഴിയുമ്പോൾ മറ്റൊരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിൽ റീ എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇമേജ് അൺലിമിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഇമേജ് ജസ്റ്റ് ഞാൻ ഒന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനും നിങ്ങൾ ഇതുപോലെ മോഡൽ പ്രീസെറ്റ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഇമേജ് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ ടൈമർ സ്റ്റോപ്പ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ChatGPT എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹൈ ക്വാളിറ്റി പ്രോംപ്റ്റുകൾ നമുക്ക് അതിൻ്റെ ഇമേജ് ക്രിയേറ്റുള്ള പ്രോംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പോൾ റീടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഇമേജസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു പ്രോംപ്റ്റിനനുസരിച്ച് ഇമേജാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലുള്ള ഇമേജ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആളുകളുടെ മുഖവും എല്ലാം ക്ലിയർ ആണോ എന്ന് നമ്മൾ നോക്കണം. അതിനുശേഷം മാത്രം ആ ഇമേജുകൾ എടുത്താൽ മതിയാകും. ഇപ്പോൾ ഫോട്ടോ റിയലിസ്റ്റിക് അത്ര ക്ലാരിറ്റി എനിക്ക് തോന്നുന്നില്ല. ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെയെല്ലാം. അപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ഒരു പ്രീസെറ്റ്സ് എടുത്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് പ്രീസെറ്റ് തന്നെ വീണ്ടും എടുത്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്കറിയാൻ സാധിക്കും. വീണ്ടും ഒന്ന് ജനറേറ്റ് ചെയ്യുക. ഫസ്റ്റ് പ്രീസെറ്റ് എടുക്കുമ്പോൾ 24 ടോക്കൺസ് ഇവിടെ ആകുന്നുണ്ട്. എനിക്കിപ്പോൾ 22 ഉള്ളൂ. അപ്പോൾ ഞാൻ മറ്റൊരു അക്കൗണ്ട് വെച്ചിട്ട് ഇനിയും ലോഗിൻ ചെയ്യേണ്ടി വരും. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ കുറച്ച് ഇമേജസ് ഞാൻ ഇതുപോലത്തെ ഇമേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇപ്പോൾ അഡോബി സ്റ്റോക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇൻ റിവ്യൂ പ്രോസസ്സിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അപ്ലോഡഡ് ഫയൽസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇൻ റിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇമേജസ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് AI ബേസ് ചെയ്തിട്ടുള്ള ഇമേജാണ്, അതായത് AI ആർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇമേജാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഒരു സാമ്പിളിന് വേണ്ടി ഞാൻ ചെയ്ത് നോക്കിയതാണത്. അതിൻ്റെ റിവ്യൂവും ഏകദേശം 2 വീക്സ്, ഇതിൽ അപ് ടു 8 വീക്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ 2 to 3 വീക്സിനുള്ളിൽ അതിൻ്റെ റിവ്യൂ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും. അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡ് മറ്റു കാര്യങ്ങളിലൂടെ കാണാം. നമുക്കിപ്പോൾ 14 ടോക്കൺസ് വരുന്ന ഏതെങ്കിലും ഒരു പ്രോംപ്റ്റ് എടുത്ത് നോക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അത് റീലോഗിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഫോട്ടോ റിയലിസ്റ്റിക് ഇടുമ്പോഴാണ് 24 ടോക്കൺസ് പോകുന്നത്. ഈ ഒരു പ്രോംപ്റ്റ് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഓരോ പ്രോംപ്റ്റ് നിങ്ങളിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, അതിൻ്റെ സ്റ്റൈലും മറ്റു കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതെടുത്ത് നോക്കാം. ലൈഫ് ലൈക്ക് വിഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോ ഫീച്ചേഴ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്ത് നോക്കുക. എന്നിട്ട് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ് വരുമ്പോൾ നിങ്ങളത് ചെയ്യുക. ഇതൊന്ന് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 8 ടോക്കൺസ് ആയിട്ട് ഡിഡക്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ഇമേജ് അതേപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കരുത്. കാരണം അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇതിൻ്റെ സൈസ് കുറച്ച് നമ്മൾ എൻലാർജ് ചെയ്യണം അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജസാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതുപോലുള്ള ഇമേജസൊക്കെ നല്ല രീതിയിലുള്ള സെയിൽസ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള ഇമേജൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പ്രോംപ്റ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ സൈസ് എങ്ങനെ കൂട്ടുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് പിക്സാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഓക്കെ, picsart.com/ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇമേജ് എൻഹാൻസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലൊരു ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കിട്ടും. അവിടെ നിന്നിട്ട് ആ ഒരു ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ആകും. ഇത് 2 രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒന്ന്, ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഒരു പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഇമേജ് കിട്ടും. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സൈസ് ഇവിടെ നിന്നിട്ട് കിട്ടും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലോ റെസൊല്യൂഷനാണ്, പക്ഷേ നല്ല സൈസ് ഉണ്ട്. 2736 അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജാണ്. ഇതിൽ പ്രോ വേർഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി HD ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു ക്വാളിറ്റി മതിയാകും. അതിൻ്റെ സൈസും മറ്റു കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഫസ്റ്റ് ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ലിയാനോട് നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജിൻ്റെ സൈസ് 1368x768 ആണ്. അത് സൈസ് വരുന്നത് 552 KB മാത്രമേ ഉള്ളൂ. സെക്കൻഡ് നമ്മൾ ചെയ്ത ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം 2736x1536. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ സൈസുള്ള ഇമേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ സൈസ് 3.96 MB ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജാണ്. കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറോ മറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലുള്ള ഇമേജ് കിട്ടുമ്പോൾ ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ ഇട്ടിട്ട് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി കൂട്ടാറുണ്ട്.
അത് നിങ്ങൾക്ക് അറിയാവും. അല്ലെങ്കിൽ സാച്ചുറേഷനോ മറ്റു കാര്യങ്ങളും മറ്റേതെങ്കിലും നിങ്ങളുടെ മൊബൈൽ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടിയാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റീസൈസ് ചെയ്തെടുക്കുക. ഇനി നമ്മളെ ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ ടോക്കൺ നിങ്ങൾക്ക് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ രണ്ടാമതൊരു അക്കൗണ്ട് എടുക്കാമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. ലോഗ് ഔട്ട് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് sajilpl@gmail.com എന്ന് പറഞ്ഞ ഇമെയിൽ ഐ ഡി വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ സെയിം ഇമെയിൽ ഐ ഡിയിൽ തന്നെ എസ് കഴിഞ്ഞിട്ടൊരു ഡോട്ട് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പുതിയൊരു ഇമെയിൽ ഐ ഡി ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അക്കൗണ്ടായിട്ട് കയറാൻ സാധിക്കും. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ വെരിഫൈ യു ആർ ഹ്യൂമൻ, ക്രിയേറ്റ് അക്കൗണ്ട്. ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മെയിലിലേക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ പുതിയൊരു അക്കൗണ്ട് റീക്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരും. 150 ടോക്കൺസും അതിലുണ്ടാവും. വീണ്ടും നമുക്ക് ഇമേജസ് ആ ടോക്കൺസ് തീരുന്നവരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 150 ടോക്കൺസ് വീണ്ടും ലഭിച്ചിരിക്കുന്നത്. ഇനി മെയിൽ ഐ ഡി അധികം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ടെമ്പ് മെയിൽ, അതായത് ടെമ്പററി മെയിൽ ഐ ഡീസ് നമുക്ക് ഇതുപോലെ അത്യാവശ്യം ടെമ്പററി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം കണ്ടിന്യൂസ് ആയിട്ട്. ഈ വെബ്സൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൽ ഐ ഡീസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ വെരിഫിക്കേഷൻ കോഡ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരികയും ചെയ്യും. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വെബ്സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാം, മെയിൽ ഐ ഡീസ് അധികം ഇല്ലാത്ത ആളുകൾ. ഇനിയിപ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലെ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക. ഇത് ഒന്ന് ഓർമ്മ വെക്കുക. ഐ നീഡ് 5 ഹൈ ക്വാളിറ്റി പ്രോംപ്റ്റ്സ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഇമേജ് എബൌട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ടെക്സ്റ്റ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. എബൌട്ടിന് റിലേറ്റഡ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഗൂഗിളിൽ നമ്മളിപ്പോൾ കണ്ട നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ഇതും കൂടി ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എൻ്റർ. അപ്പോൾ തന്നെ താഴെ ഓക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. സെർവർ സ്ലോ ആയിരിക്കും ചില ടൈം നമ്മളുടെ ChatGPTയുടെ. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെജസ്റ്റിക് മൗണ്ടൻ സൺറൈസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് എടുക്കാം. കോപ്പി ചെയ്യുക. നമ്മുടെ leonardo.ai വരിക. പ്രോംപ്റ്റ് സെക്ഷനിൽ പേസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ 16:9 ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി എടുക്കാം തൽക്കാലം. എല്ലാം നിങ്ങൾ മറിച്ചും മാറ്റിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുക. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 150 ടോക്കൺസ് വീണ്ടും ലഭിച്ചു. അതിൽ നിന്ന് ഇപ്പോൾ 14 ടോക്കൺസ് ഡിഡക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫീച്ചേഴ്സ് എടുക്കുമ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ടോക്കൺസ് നമുക്ക് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം നമ്മളുടെ അഡോബി സ്റ്റോക്കിൽ. ഓക്കെ, ഒരു സീനിക് ആയിട്ടുള്ള ഒരു ഇമേജ് വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഇമേജ്. കിട്ടുന്ന ഇമേജ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല രീതിയിലുള്ള ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജാണ് ഇതെല്ലാം. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് എൻഹാൻസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ചില ടൈം ഇത് ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. കുറച്ച് സാച്ചുറേഷനൊക്കെ കൂട്ടി കൊടുക്കും ഈ ഒരു ഇമേജ് ചെയ്യുമ്പോൾ. ഇത് വന്നിട്ടുണ്ട്. ഫോട്ടോഷോപ്പിൽ തന്നെ അത്യാവശ്യം സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ ആകെ ചെയ്യുന്നത് ഇവിടെ ഇമേജ് സെക്ഷനിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിട്ട് സാച്ചുറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി വെട്ടം കിട്ടും അതിന്. ഇപ്പോൾ സൺറൈസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെട്ടം അതിൽ ലഭിക്കും. അതുപോലെ തന്നെ കേർവ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഡാർക്കും ലൈറ്റൊക്കെ ആക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ ഇടയ്ക്ക് ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ കാണിച്ച പോലെ പിക്സ് ആർട്ടിലേക്ക് വരിക. ഓക്കെ, ഈ ഒരു ഇമേജ് ക്ലോസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ഇമേജ് ബ്രൗസ് ചെയ്തെടുക്കുക. ഇത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഞാൻ ഈ കാണിച്ചു തരുന്ന സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. വളരെ സിമ്പിളായിട്ട് ഹൈ ക്വാളിറ്റി ഇമേജസുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അഡോബി സ്റ്റോക്കിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കതിൻ്റെ റിവ്യൂ ചെയ്തിട്ട് ഇപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് റിവ്യൂ ചെയ്തിട്ട് നമുക്കത് ഡൗൺലോഡ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് മാർക്കറ്റിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, ഈ ഒരു ഇമേജ് കണ്ടിന്യൂ കൊടുക്കുക. ഡൗൺലോഡ് ചെയ്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ആ ഒരു ഇമേജിൻ്റെ പേര് എപ്പോഴും നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അഡോബി സ്റ്റോക്ക്
ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, 5.45 സൈസ് ഉണ്ട് ആ ഒരു ഇമേജ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇമേജിന് അഡോബി സ്റ്റോക്ക് സീനറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അഡോബി സ്റ്റോക്ക് സീനറി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക, ഇമേജ് ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ അഡോബി സ്റ്റോക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റ് കൂടിയുണ്ട്, പിക്സൽ കട്ട് ഇമേജ് അപ്സ്കെയിലർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വെബ്സൈറ്റിൽ അഡ്രസ്സ് നിങ്ങൾ നോക്കി വെക്കുക, pixelcut.ai എന്നാണ്. ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്സ്കെയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു ഇമേജ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, സെയിം ഇമേജ് തന്നെ വീണ്ടും നമുക്കൊന്ന് എൻഹാൻസ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടി ക്ലാരിറ്റി കൂടിയൊരു ഇമേജ് നമുക്ക് കിട്ടുന്നത് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ സാധാ ഇമേജ്, കുറച്ചുകൂടി ക്ലാരിറ്റി കൂടിയൊരു ഇമേജ്. ഇത് അപ്സ്കെയിൽ ചെയ്യണമെങ്കിൽ വീണ്ടും അപ്ഗ്രേഡേഷൻ ഓപ്ഷൻ വരും, അത് നമുക്ക് എടുക്കേണ്ട. ഇത് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് AI ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ഈ ഇഷ്ടമുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് ക്വാളിറ്റി എന്ന് തോന്നിയത് എടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ആ ഇമേജ് തന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അഡോബി സ്റ്റോക്കിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരിക. ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന സെക്ഷനിൽ പ്രസ് ചെയ്യുക, ബ്രൗസ് ചെയ്യുക. നമ്മളുടെ ആ ഒരു ഇമേജ് അഡോബി സ്റ്റോക്ക് സീനറി എന്ന് പറയുന്ന ഇമേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ Leonardo.ai തന്നെ അപ്ഗ്രേഡ് അല്ലെങ്കിൽ അപ്സ്കെയിൽ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് പെയ്ഡ് ഓപ്ഷനാണ്. അത് കാരണം നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പെയ്ഡ് വേർഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് തന്നെ മതിയാകും. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അപ്സ്കെയിൽ ചെയ്യാനും. ഇവിടെ അപ്സ്കെയിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത് പെയ്ഡ് ഓപ്ഷനാണ്, അപ്ഗ്രേഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അപ്ഗ്രേഡ് പ്ലാനിലെ ഇതിൽ ഈ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, ഇത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ആ സമയം നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി ഇതിൽ നിന്ന് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ വേറൊരു പ്രോംപ്റ്റ് കൂടി എടുത്ത് നമുക്ക് നോക്കാം. കോപ്പി പേസ്റ്റ്. ഫോട്ടോഗ്രാഫിക്ക് വരെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാം, ഫീനിക്സ് 1.0 എന്ന് പറയുന്ന സെക്ഷൻ എടുത്ത് നോക്കാം. അപ്പോൾ ആ ഒരു ഫീച്ചർ ബേസ് ചെയ്തിട്ടായിരിക്കും ഇമേജ് ക്രിയേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഫീച്ചേഴ്സ് നിങ്ങൾ മാറ്റി മാറ്റി എടുത്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ്, അത് ക്വാളിറ്റി ഉള്ള ഇമേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് അപ്സ്കെയിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓഫീസ് ബേസ്ഡ്, അതുപോലെ തന്നെ നേച്ചർ ബേസ്ഡ് ഇമേജസ്, ഫുഡ് ബേസ്ഡ് ഇമേജസ്, ഇതെല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ സെയിൽസ് ലഭിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ സെയിൽസ് ഒന്നും ലഭിക്കില്ല, കുറച്ച് നാൾ എന്തായാലും കഴിയും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് ഇത് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. നല്ല രീതിയിലുള്ള ബീച്ച് ബേസ്ഡ് ഇമേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലുള്ള ഇമേജുകൾ ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ കൂടുതലും അവരുടെ വെബ്സൈറ്റിലൊക്കെ യൂസ് ചെയ്യണം. ഇപ്പോൾ ട്രാവൽ ബേസ്ഡ് വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ക്വാളിറ്റി ആയിട്ട്, അതായത് കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജുകളാണ് ഈ ഇതൊക്കെ വരുന്നത്, നേച്ചർ ബേസ്ഡ് വരുന്നത്. അത് കൂടുതൽ അവർ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ഇമേജ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കീവേഡ്സും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ നമ്മൾ നേരത്തെ എടുത്ത കീവേഡിൻ്റെ ഒരു ഭാഗം തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതാണ് നമ്മളെടുത്തത്. ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് എടുത്തു കൊടുക്കാം, മെജസ്റ്റിക് മൗണ്ടൻ സൺറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ്. ടൈറ്റിൽ അത് തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, പേസ്റ്റ്. ദെൻ ഇവിടെ കീവേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമേജ് ബേസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് വരുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, ആഡ് ഓൾ കീവേഡ്സ് കൊടുത്താൽ മതിയാവും. പിന്നെ അഡീഷണൽ എന്തെങ്കിലും കീവേഡ്സ് വേണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ദെൻ സേവ് വർക്ക് കൊടുക്കുക. ഏകദേശം 25 കീവേഡ്സ് അതിൽ സേവ് ആയിട്ടുണ്ട്. ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, ക്രിയേറ്റഡ് യൂസിങ് ജനറേറ്റീവ് AI, ഈ ഒരു ഓപ്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പീപ്പിൾ ആൻഡ് പ്രോപ്പർട്ടി ആർ ഫിക്ഷണൽ എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനും കൂടി ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, കാരണം AI ബേസ്ഡ് ഇമേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് വർക്ക് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ റെഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇവിടെ ഗ്രീൻ കത്തുന്നത് നിങ്ങൾക്ക് കാണാം, അതായത് എല്ലാം ഓക്കെ ആണെന്നാണ് കാണിക്കുന്നത്. ദെൻ സബ്മിറ്റ് ഫയൽ കൊടുക്കുക. ഓക്കെ, ഈ 2 സെക്ഷനും ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ ഹ്യൂമൻ വെരിഫിക്കേഷൻ വരും, ഇതുപോലെ 2 വെരിഫിക്കേഷൻ വരും. ആദ്യം തന്നെ പ്ലീസ് ക്ലിക്ക് ഓൺ ഓൾ ഇമേജസ് കണ്ടെയ്നിങ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പൂച്ചകളുള്ള എല്ലാ ഇമേജും നമ്മൾ ഇതിൽ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, വെരിഫൈ കൊടുക്കുക.
ഓക്കെ, സബ്മിറ്റ്. ആ ഒരു ഇമേജ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർവ്യൂ സെക്ഷനിലാണ് കിടക്കുന്നത്. കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്കറിയാൻ സാധിക്കും ഇത് ആക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ. ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനാണ് സാധ്യത. കാരണം ഇതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത ഇമേജുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കാണിച്ചു തന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് ഇമേജസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ പ്രോംപ്റ്റുകൾ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോംപ്റ്റുകൾ വെച്ച് അത്യാവശ്യം എല്ലാ പ്രോംപ്റ്റും വെച്ചിട്ട് ഞാൻ കുറച്ച് ഇമേജസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള AI ഇമേജസുകളാണ് നമുക്ക് ഈ പ്രോംപ്റ്റ് തരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഐലൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഇമേജ്, അതുപോലെ തന്നെ റിസോർട്ടുകൾ ബേസ് ചെയ്തിട്ടുള്ള ഇമേജ്. ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഇമേജാണ്. വീണ്ടും നമ്മളൊന്ന് അപ്സ്കെയിൽ ചെയ്യുന്നുണ്ട് എന്തായാലും. ഇതുപോലുള്ള നല്ല നല്ല ഇമേജുകളാണ് നമ്മൾ ChatGPT വെച്ചിട്ട് പ്രോംപ്റ്റുകൾ വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതെല്ലാം അത്യാവശ്യം ടൂറിസ്റ്റ് മേഖലയിലുള്ള വെബ്സൈറ്റുകളും അതുപോലെ തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളെല്ലാം തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ChatGPT യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്താലുള്ള ഒരു ഉപകാരം. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഓരോ സെക്ഷൻ വൈസായിട്ട് ഇതിൻ്റെ ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ആ പ്രോംപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇമേജ് തരും. അപ്പോൾ തീർച്ചയായിട്ടും ChatGPT നിങ്ങൾ യൂസ് ചെയ്യുക ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. എന്നിട്ട് ഇതുപോലുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അഡോബി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. അതിൽ നിന്ന് തീർച്ചയായിട്ടും ആളുകൾ പർച്ചേസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എത്രയും കൂടുതൽ ഇമേജുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര ഇമേജുകൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് വെക്കുക. കാരണം മറ്റൊന്നും ചെയ്യേണ്ട, ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ഈ ഒരു വെബ്സൈറ്റാണ് ചെയ്യുന്നത്. അവർ പെയ്ഡ് പ്രൊമോഷനാണ് കൂടുതലും ചെയ്യുന്നത്. നല്ല ഇമേജൊക്കെ ആണെങ്കിൽ കൂടുതൽ എക്സ്പോഷർ അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ സെയിൽസ് നമുക്ക് ലഭിക്കും. ഇമേജുകൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയൊന്നും നമ്മൾ ചെയ്യേണ്ട. പാസീവായിട്ട് നമ്മൾ അറിയാതെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡൗട്ട് തീർന്നെന്ന് വിചാരിക്കുന്നു. കാരണം 1 by 1 ആയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ പ്രോസസ്സും വീണ്ടും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവായിട്ട് ഇമേജും അപ്ലോഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ചു തന്ന പോലെ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഈ കാറ്റഗറീസ് ബേസ് ചെയ്തിട്ടുള്ള ഇമേജുകൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ 2 വെബ്സൈറ്റുകൾ യൂസ് ചെയ്തിട്ട് എൻലാർജ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങളിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്സ്കെയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. കൂടുതൽ റെസൊല്യൂഷൻ ആണെങ്കിൽ കൂടുതൽ സെയിൽസ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. HD ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ കൂടുതൽ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും, കൂടുതൽ സെയിൽസ് കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനി പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.